തൻ്റെ അഭിനയ ജീവിതത്തിൻ്റെ ഏറ്റവും എക്സ്ട്രീമിൽ നിൽക്കുമ്പോഴും താരമായി തുടരുമ്പോഴും അത്തരം ഏറ്റെടുക്കലുകൾക്ക് മമ്മൂക്ക തയ്യാറാണ് എന്നതുകൂടിയാണ്. ഇപ്പോൾ പുഴുവിലെ കുട്ടൻ എന്ന IPS കാരനാവാൻ മമ്മൂക്ക തയ്യാറാവുമ്പോൾ തൻ്റെ എതിർഭാഗത്ത് നിൽക്കുന്ന നായകൻ ആരാണ് എന്നത് മമ്മൂട്ടിക്ക് പ്രശ്നമല്ല. പുണ്ണി ശശി ഗംഭീരനായ അഭിനേതാവാണെങ്കിലും നാടകലോകത്തിന് അയാൾ പരിചിതനാണെങ്കിലും മലയാള സിനിമയ്ക്ക് അയാൾ പുതുതാണ്. അങ്ങനെ ഒരാളെ തനിക്കെതിരെ നിർത്തി റത്തീന പുഴു കൊണ്ടുവരുമ്പോഴും അതിലെ വില്ലൻ കഥാപാത്രം സ്വീകരിക്കാൻ മമ്മൂക്ക തയ്യാറാവുന്നു. ഇപ്പോൾ നേരത്തെ ഭാസ്കര പട്ടേലിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ തുടർച്ചയിൽ എവിടെയോ ആണ് വർഷങ്ങൾക്കിപ്പുറത്ത് ഭ്രമയുഗം സംഭവിക്കുന്നത്. നിനക്ക് പോകാൻ അനുവാദമില്ല എന്ന് പറയുന്ന ഭ്രമയുഗത്തിലെ പറച്ചിൽ തന്നെയാണ് തുമ്മിയോട് ഭാസ്കര പട്ടേലരും പല നേരങ്ങളിലായി പറഞ്ഞ് നാം കേട്ടിട്ടുള്ളത്. ഇപ്പോൾ കളങ്കാവൽ എന്ന സിനിമ വരുമ്പോൾ എതിരറ്റത്ത് വിനായകനാണ്, ഇപ്പുറത്തറ്റത്ത് മമ്മൂക്കയാണ് നിൽക്കുന്നത്. കളങ്കാവലിൻ്റെ ഫസ്റ്റ് ലുക്ക് പുറത്ത് വരുമ്പോൾ പോലും നമുക്ക് മുരിക്കും താമദ് അജിയെ പോലെയോ ഭാസ്കര പട്ടേലിനെ പോലെയോ പുഴുവിലെ കുട്ടനെ പോലെയോ തോന്നിക്കുന്ന ഒരു ഫസ്റ്റ് ലുക്കുമായാണ് മമ്മൂക്കയുടെ ചിത്രം പുറത്തു വന്നത്. എപ്പോഴും ധീരമായ അത്തരം തെരഞ്ഞെടുപ്പുകൾക്ക് മമ്മൂക്ക തയ്യാറായിരുന്നു. തന്നെ പുതുക്കി മമ്മൂക്ക മുന്നോട്ട് പോയി. മമ്മൂട്ടി കമ്പനി എടുത്ത സിനിമകളുടെ ഗ്രാഫ് എടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോഴും അത്തരം വലിയ അറ്റംപ്റ്റുകൾ അദ്ദേഹം നടത്തി.